ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുക്കറിലെല്ലാം കൂടെ കുക്കർ ചെയ്തിട്ട് ഒരൊറ്റ ഫീസിൽ. അപ്പോൾ സവാളയും അതുപോലെ പച്ചമുളകും നമ്മുടെ ബിരിയാണി അരിയും, അല്ലെങ്കിൽ ബിരിയാണി അരിയില്ലെങ്കിൽ നമ്മുടെ റേഷന് ചാക്കരി ആണെങ്കിലും പച്ചരി ആണെങ്കിലും മതി. കുറച്ച് ഇറച്ചിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ബിരിയാണി നമുക്ക് 5 മിനിറ്റുള്ളിൽ റെഡിയാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇരുന്ന് വെച്ച് നോക്കണം കേട്ടോ. അന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഒരു 5-6 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കറണ്ട് പോയത് കൊണ്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരകല്ലിലേക്ക് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരകല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കുന്നതും ഒക്കെ കൊണ്ട് വളരെ ടേസ്റ്റാണ്. ആ കറികൾക്കാണെങ്കിലും ബിരിയാണിക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ, മിക്സിയിൽ അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കല്ല് വെച്ചൊന്ന് ചതച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. വല്ല അപ്പത്തിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ ദോശയുടെ റെസിപ്പി എല്ലാം ഇട്ടിട്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല നൈസായിട്ട് അരയ്ക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. അത് മാറ്റിയെടുത്തതിന് ശേഷം വേണം ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് എന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സ്പെഷ്യലായിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വഴട്ടണ്ട ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. 4 സവാള, 1 കിലോ ഇറച്ചിക്കുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. 4 സവാള അരിഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിറച്ച് കഴുകിയെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് നിറച്ച് കഴുകുന്നത് കാണിക്കുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ ബ്ലഡ് മയം പോകുന്നിടം വരെ നമുക്കത് കഴുകി വാരിയെടുക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഞാനിപ്പം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിലെ വെളുത്തുള്ളി ഇഞ്ചി അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച്, അതായത് അതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പകുതി ഞാൻ മാറ്റി വെച്ച് നമുക്കത് ചോറിലേക്ക് വേണ്ടിയിട്ടാണ് പകുതി മാറ്റി വെച്ചിരിക്കുന്നത്. അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറുവാപ്പട്ട, അതുപോലെ തക്കോലം, ഗ്രാമ്പൂവും പെരുംജീരകം, അങ്ങനെയുള്ള മസാല കൂട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിന്നെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചേർത്താൽ മതി, ഇതിൻ്റെ അത് ചേർക്കണ്ട. ഇത്രയും സാധനം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് നമുക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് 1 ടീസ്പൂണോട് മല്ലിപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്ന രീതിയിൽ ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തല ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇറച്ചിയാണ് കഴുകി വെച്ചിരിക്കുന്നത്. എല്ലാണ് ഇത് കേട്ടോ, നമ്മുടെ വെണ്ണഞ്ചെന്ന് പറയും, എല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഒരുപാട് നൈസായിട്ടൊന്നും ഇതൊന്നും അരിയേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പുകല്ലും ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് 3 ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല അതിൻ്റെ കൂടെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇത്രയും സാധനം ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ മുളക് പൊടി ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ, എരിവ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി പൗഡർ ഉണ്ടല്ലോ, മുളക് പൊടി, അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു കളർഫുള്ളായിരിക്കും, നല്ല കളറായിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ ചേർക്കുന്നില്ല. അതായത് കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതിൻ്റെ അത് വേണ്ടാത്ത ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ പിന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ് ഇങ്ങനെയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കേണ്ട തന്നെയാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ബിരിയാണി ഇഷ്ടമാണല്ലോ, എത്ര കിട്ടിയാലും തിന്ന കൊതി തീരത്തില്ല കുട്ടികൾക്കൊക്കെ. അപ്പോൾ ആ ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബിരിയാണി അരി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ പോട്ടെ ഇറച്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മുട്ട മതി. സൂപ്പറായിട്ട് ഈ രീതി ചെയ്ത് കൊടുത്താൽ കുട്ടികൾ വയറ് നിറച്ച് കഴിക്കും. എത്ര ചോറും ആഹാരമൊന്നും കഴിക്കാത്ത കുട്ടികൾ വയറ് നിറച്ച് കഴിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില, പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ ഒരു 2 ടീസ്പൂൺ, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ്, ഇറച്ചിയുടെ അനുസരിച്ച് എടുത്താൽ മതി. അതിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. ഇത് ഇപ്പം നമുക്ക് ഈ പോത്തിറച്ചി ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ആ സമയം നിങ്ങൾ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ വേവിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. നമ്മൾ ആ
മസാല എല്ലാം പുരട്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഈ ചെയ്ത രീതിയിൽ തന്നെ ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നല്ല മസാല എല്ലാം പിടിച്ചതിന് ശേഷം ചിക്കനിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ആ ദമ്മ് ചെയ്യുന്ന രീതിയിൽ തന്നെ വെച്ചതിന് ശേഷം ചോറ് വേവിച്ചിട്ട് പിന്നെ പകുതി വേവോടെ കൂടി ചോറ് ഇതിൽ ദമ്മ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഇറച്ചി ഇപ്പോൾ കണ്ടല്ലോ, ഇറച്ചിയുടെ ചാറൊക്കെ ഉണ്ട്, കുറച്ചെല്ലാം വറ്റിച്ചിട്ട് ഞാൻ ദമ്മാക്കിയിട്ടുണ്ട്. അപ്പോൾ ദമ്മ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത്രയേ ഉള്ളൂ. ആ മസാല വെക്കുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ബാക്കി ചോറ് ദമ്മ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് വർഗ്ഗങ്ങളൊന്നും വേണ്ട, ഒരുപാട് ഐറ്റംസ് ഒന്നും സവാള വറുത്തുകോടി ഇടണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വയറ് നിറച്ച് തിന്നാൻ പറ്റുന്ന സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഇറച്ചിയുടെ കൂടെ തന്നെയാണ് അരി ഇട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റ ഫിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. ആ അരി 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം മാത്രം എടുത്താൽ മതി. ഒറ്റ ഫിസിലാകുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാകും. അപ്പോൾ വെന്തും പോകത്തില്ല, ഒന്നും ആകത്തില്ല. അതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കർ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പും റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.